മുത്തശ്ശിമാരില്ല, മുത്തശ്ശിമാരൊക്കെ പ്രായമാകുമ്പോൾ വൃദ്ധസദനത്തിൽ കാക്കുന്നതുകൊണ്ട് കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കാൻ മുത്തശ്ശിമാരില്ല. അതുകൊണ്ട് ഞാൻ മുത്തശ്ശനായിട്ടില്ല, അതുകൊണ്ട് ഒരു കഥ പറയണം. ഞാൻ പറയുന്ന കഥയുടെ പേര് നാണുവിന്റെ മനസ്സിലെ ടാരറ്റ് റോഡ്. നാണുവിന്റെ മനസ്സിലെ ടാരറ്റ് റോഡ്. ഇന്നും ടാരറ്റ് റോഡിലൂടെ നടക്കാൻ പറ്റാതെ ചെളിയും മണ്ണും ചവിട്ടിയുള്ള വഴിയിലൂടെ നടക്കുന്ന 1000 പേർക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഈ കഥ സമർപ്പിക്കുന്നതാണ്. 1960 ജനുവരി 12-ാം തീയതി ഒരു രാത്രിയിൽ 12 മണി എന്ന സമയത്താണ് നാണു ജനിക്കുന്നത്. നാണുവിൻ്റെ അച്ഛനും അമ്മക്കും ഉണ്ടായി 8 മക്കളിൽ ഏറ്റവും ഇളയായിരുന്നു നാണു. നാണുവിന് ഇങ്ങനെയായിരുന്നു. നാണു പിച്ച് വെച്ച് നടക്കുമ്പോൾ നടന്നത് നല്ല മുറ്റത്തേക്കായിരുന്നില്ല. നമുക്കറിയാം, നമ്മുടെയൊക്കെ പട്ടികജാതിക്കാരെല്ലാവരും തൊഴിലെടുക്കാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കണ്ടത്തിന്റെ കരിയത്തിലായിരിക്കുള്ളൂ. അപ്പം നടക്കുന്നതും പിച്ച് വെച്ച് നടക്കുന്നതും നമ്മുടെ കുട്ടിക്കാലങ്ങളിൽ ചെലവഴിക്കുന്നതെല്ലാം ഇങ്ങനെ ഈ ചെളി നിറഞ്ഞ പാടവരമ്പുള്ളായിരിക്കുള്ളൂ നടക്കാൻ. അങ്ങനെ നാണു പിച്ച വെച്ചു, ചെളിയൂടെ പിച്ച വെച്ചു, നീന്തി ദേഹം മുഴുവൻ ചെളിയായി നാണു പടർന്നു. നാണു അവന്റെ ബാല്യത്തിലേക്ക് കടന്നു. അപ്പൊ നാണുവിന്റെ അച്ഛനും അമ്മയും കൃഷിക്കാരായിരുന്നു. ഈ കൃഷി എന്ന് പറഞ്ഞാല് നമ്മളെ പോലെ തന്നെ സാധനമുണ്ട്, പാടത്തെ കൃഷി. അതുപോലെ പിന്നെ പുല്ല് വെക്കണം, വീട്ടിൽ പശുവൊക്കെ ഉണ്ട്, പശു ആടൊക്കെ ഉണ്ട്. അപ്പൊ ഒരു സുപ്രഭാതത്തിൽ അച്ഛൻ്റെ ഒപ്പം പുല്ല് വെത്താൻ പാടത്തിറങ്ങിയ നാണുകൂട് ആ നാട്ടിലെ തലമൂത്ത രാഷ്ട്രീയക്കാരൻ പറഞ്ഞു, നാണു, അടുത്ത കൊല്ലം നിനക്ക് ഈ ചെളി ഒട്ടിട്ട് വരില്ല, ഇവിടെ ടാരറ്റ് റോഡ് വരും. നാണുവിന്റെ മനസ്സ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. നാണു ചിന്തിച്ചു, ഇനി എനിക്കൊരിക്കലും ചെളിയിലൂടെ നടക്കണ്ട. അടുത്ത വർഷം മുതൽ ഈ ടാരറ്റ് റോഡിലൂടെ കറുകറുത്ത ടാരറ്റ് റോഡിൽ എനിക്ക് നടക്കാം, ചെളി ചവിട്ടാതെ, മണ്ണ് ചവിട്ടാതെ. അങ്ങനെ നാണു അന്ന് മുതൽ സ്വപ്നം കണ്ടു. വർഷങ്ങളിലൊന്നൊന്നായി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. അടുത്ത വർഷമല്ല, അതിനടുത്ത വർഷമല്ല, ഭരണാധിപന്മാരും ഒന്നൊന്നായി മാറിയിരുന്നു. ഈ നാട്ടിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മാറി മാറി ആ നാട് ഭരിച്ചു. പക്ഷെ നാണുവിന്റെ മനസ്സിലെ ആ സ്വപ്നം മാത്രം പൂവണിച്ചില്ല. നാണുവിന്റെ വീട്ടിലേക്കുള്ള വഴി ഒരിക്കലും ടാർ ചെയ്തില്ല. നാണുവിന്റെ കുട്ടിക്കാലം കഴിഞ്ഞു, ബാല്യം കഴിഞ്ഞു, കൗമാരം കഴിഞ്ഞു, യൗവനത്തിലേക്കായി. നാണു കല്യാണം കഴിച്ചു. കഷ്ടകാലം പറയട്ടെ, അവൻ താലി കെട്ടിയ പെണ്ണുമായിട്ട് കൈപിടിച്ച വീട്ടിലേക്ക് കയറുന്നത് വീണ്ടും ആ ചെളി ചവിട്ടി തന്നെയായിരുന്നു. അന്നും ഉണ്ടായിരുന്നില്ല മുറ്റത്താട്ടാട്ട് കൂട്. ആ ചെളി ചവിട്ടി വന്ന നാണു 2 കുട്ടികൾ അച്ഛനായി. ഒത്തിരി വർഷങ്ങൾ കടന്നുപോയി. പക്ഷെ നാണുവിന്റെ ആ ടാരറ്റ് റോഡ് മനസ്സിൽ നിന്നും ഒരു സ്വപ്നമായി മതിയിരുന്നു. നാണുവിന്റെ മോളെ കല്യാണം കഴിഞ്ഞു. നാണുവിന്റെ മോള് പ്രസവിച്ചു. പക്ഷെ അപ്പോഴും വന്നില്ല ആ ടാരറ്റ് റോഡ്. പിന്നെ എപ്പോഴൊക്കെ നാണുവിന് വയ്യാതെ പ്രായമായി. നാണുവിന്റെ ഭാര്യ മരിച്ചു. നാണുവിന് നടക്കാൻ പറ്റുന്നില്ല, ജോലി ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? മൂത്ത പെൺകുട്ടികളൊപ്പം ടാരറ്റ് റോഡുള്ള ഏതോ ഒരു വഴിവിലേക്ക് നാണു താമസം മാറ്റി. നല്ല കാര്യം, ആ പെൺകുട്ടിയുടെ വീടിന്റെ പരിസരത്തൊക്കെ ടാരറ്റ് റോഡായിരുന്നു. ചെളിയോ മണ്ണോ ചോറേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. വർഷങ്ങൾ നടന്നുപോയി. നാണുവിന്റെ ആ പ്രായാധികം വന്ന സമയത്തേക്ക് നാണു താമസിച്ചിരുന്ന ആ പഴയ ആ സ്ഥലത്ത് നിന്ന് ഒരു പയ്യൻ വന്നിട്ട് പറഞ്ഞു, നാണു ചേട്ടൻ്റെ ഒക്കെ വീടിൻ്റെ അടുത്ത് ടാരറ്റ് റോഡ് വന്നിട്ടോ. നാണുവിന്റെ മനസ്സ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. എൻ്റെ വീടിന്റെ പരിസരത്ത് ടാരറ്റ് റോഡോ? അത് കാണാൻ നാണുവിന്റെ മൂത്ത മകന്റെ കയ്യും പിടിച്ച് നാണു താൻ ജനിച്ചു വീണ സ്ഥലത്തേക്ക് തിരിച്ചു വന്നു. പക്ഷെ സത്യം പറട്ടെ, നാണു കണ്ടു. തന്റെ കണ്ണുകൾ കൊണ്ട് ദൂരേക്ക് നോക്കി. തന്റെ വീടിന്റെ ഭാഗത്ത് നിറയെ ടാരറ്റ് റോഡാണ്, വീതിയിലുള്ള ടാരറ്റ് റോഡ്. പക്ഷേ നാണുവിന് ഒരിക്കലും ആ ടാരറ്റ് റോഡിൽ കടന്നില്ലാൻ പറ്റിയില്ല. കാരണം നാണുവിന്റെ വീടിന് ചുറ്റുമുള്ള പരിസരം മുഴുവൻ കേന്ദ്ര സർക്കാർ ഏറ്റെടുത്തിരുന്നു. അവിടേക്ക് ചുറ്റും കമ്പി വേലി കെട്ടി തിരിച്ചിരിക്കുന്നു. നാണു തന്റെ കണ്ണിറയെ കണ്ടു, മനം കുളിർക്കെ കണ്ടു അവിടെ വിരിഞ്ഞു കിടക്കുന്ന ആ ടാരറ്റ് റോഡ്. പക്ഷെ ആ ടാരറ്റ് റോഡിലേക്ക് ചവിട്ടാൻ മാത്രം നാണുവിന് പറ്റിയില്ല. അപ്പൊ നാണുവിന്റെ പഴയൊരു സഹപ്രവർത്തനം ആ നാട്ടിലെ പൊതുകാര്യ പ്രതിനിധിത്വം എന്ന് പറഞ്ഞു, നാണു കണ്ടില്ലേ, നാണുവിന്റെ മനസ്സിലെ സ്വപ്നം പോകണില്ലേ, ഞാൻ കിടക്കുന്നുണ്ടില്ലേ ടാരറ്റ് റോഡ്. നാണു എന്ന് പറഞ്ഞു, തമ്പ്ര. വെറുമൊരു തമ്പ്ര എന്ന് വിളിയായിരുന്നില്ല, അലറി, തമ്പ്ര, ഇവിടെ ഞങ്ങൾക്ക് വേണ്ടി ഒരു വികസനവും നടക്കുന്നില്ലട്ടോ, ഒരു വികസനവും നടക്കുന്നില്ല. ഞങ്ങൾ ജനിച്ചു വളർന്ന നാടിൽ വികസനം വരുമ്പോ ഞങ്ങളെ നക്കാപ്പിച്ച കാശിന് വേണ്ടി ഇവിടെ നിന്ന് കുടിയൊഴിപ്പിക്കുന്നു. അതെ, സ്വപ്നം കണ്ട ആ ടാരറ്റ് റോഡ് വന്നപ്പോ അത്താഴ പ്രശ്നക്കാരായ പാവപ്പെട്ട 400 ആയിരങ്ങളെ സർക്കാർ നക്കാപ്പിച്ച കാശ് കൊടുത്ത് വീണ്ടും മാറ്റി. എങ്ങനെ? ചെളിയും മണ്ണും നിറഞ്ഞ കാലുകൾ വീണ്ടും ആ ചെളി പിടിക്കുന്ന അതുപോലുള്ള സ്ഥലങ്ങളിലേക്ക് വീണ്ടും. ഇനിയും നാണുവിനിപ്പോൾ ആയിരങ്ങൾ സ്വപ്നം കാണണം മനസ്സിൽ. ഇതുപോലുള്ള ഒരുപാട് സ്വപ്നങ്ങൾ ഇനിയും ടാരറ്റ് റോഡിന് വേണ്ടി കാത്തിരിക്കുകയാണ് നാണുവിന്റെ മനസ്സിൽ.
പ്രിയമുള്ളവരെ, ഈ ഒരു കഥ നിങ്ങൾക്ക് ചിലപ്പോൾ ഉറൂബിൻ്റെയോ കുഞ്ഞുമുഖത്തിൻ്റെയോ തകഴിയുടെ ബഷീറിൻ്റെ പുസ്തകങ്ങളിൽ കാണാൻ കഴിഞ്ഞു വരില്ല. നായരമ്പലത്തോ ഇതുപോലെ നാട്ടിലുള്ള ലൈബ്രറിയിൽ ചെന്നാൽ കാണാൻ പറ്റില്ല. ഇത് ഞാൻ എഴുതിയ കഥയാണ്. ഞാൻ മാത്രം എഴുതിയ കഥയാണ്. കഥ എഴുതിയെന്ന് പറയുമ്പോൾ എൻ്റെ പേന കൊണ്ട് ഞാൻ പുസ്തകത്തിൽ എഴുതിയിട്ടില്ല. എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഈ ഇവിടെ ഇരുന്ന് പ്രസംഗിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഉൾപ്പെട്ടൊരു കഥയാണത്. എനിക്ക് ആഗ്രഹമുണ്ട് ഇത് എഴുതണമെന്ന്. എന്തായാലും കഥ എനിക്ക് ഇഷ്ടപ്പെടുന്നു. നന്ദി, നമസ്കാരം.